ലോകം എനർജിയും അതിൻ്റെ മറുരൂപമായ ആറ്റം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രം പറയുന്നു. എന്നാൽ അത് കഥകൾ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നാണ് അഭിജ്ഞമതം. നമുക്കറിയാം, അനാദികാലം മുതൽ തൊട്ട് മനുഷ്യൻ കഥ പറയും. ആദ്യം വാമൊഴിയായിരുന്നു, പിന്നെ അത് വരമൊഴിയിലേക്ക് മാറി. ഇപ്പോൾ നമുക്കറിയാം ഇത് നവമാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എനിവേ, ഏത് മാധ്യമം ഏതായാലും മനുഷ്യൻ അനാദികാലം മുതൽ കഥ കേട്ടിരുന്നു, കഥ പറഞ്ഞിരുന്നു. കഥ പറയുന്നവരോട് മനുഷ്യർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ കഥയാണ് പ്രധാനം. ചിലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവനൊരു കഥയില്ലാത്തവനാണ്. ഒരു കഥയില്ലാത്തവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവില്ലാത്തവനോ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്തവനോ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അവൻ്റെ കഥയില്ലാത്തവനാണ്. ചിലപ്പോൾ വലിയ വൈരാഗ്യമൊക്കെ ഉള്ളപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൻ്റെ കഥ കഴിച്ചിട്ടേ ഉള്ളൂ കാര്യം. കാര്യത്തേക്കാൾ പ്രധാനം കഥയാണെന്നുള്ളൊരു ധ്വനി അവിടെയുണ്ട്. അപ്പോൾ ഏത് സമൂഹത്തിലെടുത്താലും, അത് വെസ്റ്റ് ആണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും റൂറൽ ഏതാണെങ്കിലും കഥ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കഥയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ട് ആരംഭിച്ചപ്പോൾ ഇംഗ്ലണ്ടിലൊരു കണ്ടസ്റ്റ് നടന്നു. മാൻ ഓഫ് ദ മില്ലനിയം, മാൻ ഓഫ് ദ സെഞ്ച്വറി അല്ല, മാൻ ഓഫ് ദ മില്ലനിയം. ഈ 1000 വർഷത്തെ മാൻ ഓഫ് ഇംഗ്ലണ്ടുകാരിൽ ആരാണ് ഏറ്റവും കേമൻ എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് മാൻ ഓഫ് ദ മില്ലനിയം ഒരു കണ്ടസ്റ്റ് നടന്നു. അപ്പോൾ അവസാനത്തെ ഇതിൽ വന്നത്, ഷോർട്ട് ലിസ്റ്റിൽ വന്നത്, ലോകം കണ്ട ഏറ്റവും മഹാനായ സയൻറ്റിസ്റ്റിൽ ഒരാളായ ന്യൂട്ടനും അതുപോലെ തന്നെ കഥകളുടെ അങ്ങേയറ്റം ഫൈനൽ വേർഡായ ഷേക്സ്പിയറുമായിരുന്നു ഫൈനൽ ഇതിൽ വന്നത്. മത്സരം ഇഞ്ചോടിഞ്ച് നടന്നു. നമുക്കറിയാം, ന്യൂട്ടൻ എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം സയൻറ്റിഫിക് ഡിസ്കവറീസ് അന്ന് 17-ാം നൂറ്റാണ്ടിൽ രണ്ടുപേരും ഏകദേശം അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. പക്ഷേ അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട ഷേക്സ്പിയറാണ് ന്യൂട്ടനെ പിന്തള്ളിക്കൊണ്ട്. അപ്പോൾ അതിൽ നിന്നും കഥയുടെ പ്രാധാന്യം എത്രയാണെന്നുള്ളത് വളരെ നമുക്ക് വ്യക്തമാകും. എന്നെ സംബന്ധിച്ചിടത്തോളം കഥകൾ, മലയാളത്തിലെ മിക്കവാറും എല്ലാ വലിയ എഴുത്തുകാരുടെയും കഥകൾ എനിക്ക് വളരെ വായിക്കാനുള്ള അവസരമുണ്ടായി. മിക്കവാറും എല്ലാം വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലോക പ്രശസ്തരായ പല ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനിൽ കൂടെ ചില ബംഗാളി നോവലുമൊക്കെ കഥകളുമൊക്കെ ടാഗോറിൻ്റെയൊക്കെ കഥകളുമൊക്കെ ട്രാൻസ്ലേഷനിൽ കൂടെ വായിക്കാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, വല്യമ്മച്ചിമാരുടെ മടിയിലിരുന്നാണ് കുഞ്ഞുങ്ങൾ ഈ കഥ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ അമ്മയുടെ മുഖത്തോട്ട്, വല്യമ്മച്ചിയുടെ മുഖത്തോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്നിട്ട് എന്ന് ഒരു എന്താ പറയുക, ഉദ്യോഗപൂർവ്വം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ജിജ്ഞാസയുടെ ആരംഭം കുറിക്കുന്നത്. അപ്പം അതാണ് നമുക്കിത് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ തോന്നല്. വല്യമ്മച്ചിമാരുടെ ആ വാമത്തിൽ അവിടെ ആ ഒരു ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന പക്ഷേ കാലഘട്ടം അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യത്തെ കഥ ഏതാണ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആദ്യത്തെ കഥ എൻ്റെ മനസ്സിൽ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ, നമുക്കറിയാം, ഇയേഴ്സ് ബാക്ക് എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കഥ എന്താണെന്ന് ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ, ഞാൻ 5-6 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു കഥയാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഡിക്ക് വിറ്റിംഗ്ടൺ എന്ന് പറയുന്നൊരു പയ്യൻ്റെ കഥയാണ്. എന്നെ വളരെ ഇൻസ്പയർ ചെയ്തത്. പിന്നെ ലേറ്റർ ലൈഫിൽ അന്ന് കഥ കേട്ടതേ ഉള്ളൂ, പക്ഷേ വർഷം കഴിയുന്നതോറും അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ഡിക്ക് വിറ്റിംഗ്ടൺ ചെറിയ കഥ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് അവസാനിപ്പിച്ചോളും. ഈ ഡിക്ക് വിറ്റിംഗ്ടൻ്റെ കഥ പറയുന്ന പയ്യൻ, 10-12 വയസ്സുള്ള പയ്യൻ, അവൻ ലണ്ടനിൻ്റെ ഔട്ട്സ്കേർട്സിൽ താമസിക്കുക. അവന് അപ്പനും അമ്മയില്ല, ബന്ധുക്കൾ ആരാണ്ടൊക്കെ വളർത്തുന്നു. വളരെ എന്താ പറയുക, അവരുടെ നിന്നയും അവരുടെ പരിഹാസമൊക്കെ കേട്ട് പയ്യനിങ്ങനെ വളരുക. ഒടുവിൽ ഇവൻ തീരുമാനിക്കുന്നു വീട് വിട്ടു പോകണമെന്ന്. അവൻ ആരോ പറഞ്ഞു ലണ്ടനിൽ ചെന്ന് അവിടെ ഒരുപാട് സ്വർണ്ണവും ഡയമണ്ടും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ലണ്ടനിൽ പോയിക്കൊള്ളാൻ പോകും. ഞാൻ 12 വയസ്സുള്ള ചെറുക്ക പയ്യൻ നടന്ന് അവസാനം അവൻ ലണ്ടനിലെത്തിയപ്പോൾ അവിടെ സ്വർണ്ണവും ഇല്ല, ഡയമണ്ടും ഒന്നുമില്ല. നാട്ടുകാരുടെ അവഹേളനമൊക്കെ പിന്നെയും സഹിച്ച് അവൻ അവസാനം ഒരു വീടിൻ്റെ മുമ്പിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥ ഒരു ക്യാപ്റ്റനാണ്.
ആ ക്യാപ്റ്റൻ ഈ പയ്യനെ കണ്ട് അവനോട് ഇങ്ങനെ അനാഥനായി കിടക്കുന്ന അവനെ കണ്ട് സഹതാപം തോന്നി. അവനെ വിളിച്ച് അയാളുടെ കുശിനിക്കാരനോട് ഈ പയ്യനെ അവൻ്റെ അസിസ്റ്റൻ്റാക്കി എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ ഡിക്ക് വിറ്റിങ്ടൺ ഈ കുശിനിക്കാരൻ്റെ അസിസ്റ്റൻ്റ് ആകുന്നു. അപ്പോൾ അസിസ്റ്റൻ്റായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ 2 കാര്യങ്ങളാണ് ഇവന് പ്രശ്നം വരുന്നത്. ഒന്ന്, ഇവൻ ചെറിയൊരു കുടിസ് മുറിയിലാണ് കിടക്കുന്നത്. അവൻ അക്കോമഡേഷൻ കിട്ടിക്കുന്നു. അവിടെ നിറയെ എലികളാണ്. ആ എലികളെ തുരത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരോ അവനൊരു പൂച്ചയെ കൊടുക്കുന്നു. ആ പൂച്ചയെ എലികളെല്ലാം പോയി. എന്നിട്ട് ഇവന് ഈ പൂച്ചയെ ഭയങ്കര സ്നേഹപൂർവ്വം വളർത്തി. ദാറ്റ്സ് ആദ്യത്തെ പ്രോബ്ലം ആയത്. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുക്ക് ഇവനോട് ഭയങ്കര ഈ ക്യാപ്റ്റൻ്റെ കുക്ക് ഇവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അടിക്കുകയും അവനെ അനാവശ്യമായിട്ടൊക്കെ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അത് സഹിക്കാൻ മേലാതെ ഒരു ദിവസം ഇവൻ തീരുമാനിച്ച് എന്തായാലും ഇറങ്ങി പുറപ്പെടാം. ഇവൻ പൂച്ചയും എടുത്തുകൊണ്ട് അവൻ്റെ സ്വന്തം പൂച്ചാൻ്റെ ഒരു വെളുപ്പാങ്കാലത്ത് ഇവൻ ഈ ക്യാപ്റ്റൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറേ ദൂരം നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവന് യാതൊരു ലക്ഷ്യമില്ല. എങ്ങോട്ടെങ്കിലും പോകാം. അവൻ നടന്ന് ക്ഷീണിതനായ ഒരു വഴിയിലൊരിടത്ത് ഒരു മരത്തണലിൽ കിടക്കുമ്പോൾ പാതി മയക്കത്തിൽ അവിടുത്തെ ചർച്ച് ബെൽ അടിക്കുക. അതാണ് ടേണിംഗ് പോയിൻ്റ്. ആ ചർച്ച് ബെല്ലിൻ്റെ സൗണ്ട് ഇവൻ പാതി മയക്കത്തിൽ കേൾക്കുന്നത് ഇങ്ങനെയാണ്: ടേൺ അഗെയിൻ വിറ്റിങ്ടൺ, ലോർഡ് മേയർ ഓഫ് ലണ്ടൻ. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചു, അത് തന്നെയാണ് പറയുന്നത്. ചർച്ച് ബെല്ല് പറയുന്നത് ഇത് തന്നെയാണ്: ടേൺ അഗെയിൻ വിറ്റിങ്ടൺ, ലോർഡ് മേയർ ഓഫ് ലണ്ടൻ. അപ്പോൾ ഇവന് പെട്ടെന്ന് തോന്നി, ഞാൻ ലണ്ടൻ്റെ ലോർഡ് മേയർ ആകുമല്ലോ എന്ന് അവൻ്റെ ഒരു മനസ്സിൽ പെട്ടെന്നൊരു ഒരു ഉൾവിളി വന്നു. അവൻ തീരുമാനിച്ച് തിരിച്ചു പോകാം. ടേൺ അഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പൂച്ചയെ എടുത്തുകൊണ്ട് അവൻ മറ്റേ ക്യാപ്റ്റൻ്റെ വീട്ടിൽ ആരും അറിയാതെ, പോയെന്ന് പോലും അറിയാതെ അവൻ അകത്ത് കയറി വേറെ സഹിച്ച് ഇവനിങ്ങനെ കഴിയുമ്പോൾ ഈ ക്യാപ്റ്റന് കുറേ എന്തൊക്കെയോ വസ്തുക്കൾ ലോഡുമായിട്ട് അങ്ങ് ആഫ്രിക്കൻ ദേശത്തേക്ക് പോകണം. ആഫ്രിക്കൻ ദേശത്തേക്ക് കപ്പൽ നിറച്ച് പോയിട്ട് പതിവെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പതിവിൽ ഇവിടെ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിൽ എന്തെങ്കിലും പ്രസൻറ്റ് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവരെന്തെങ്കിലുമൊക്കെ പ്രസൻറ്റ് ക്യാപ്റ്റന് പോകാൻ നേരത്ത് കൊടുത്തു വിട്ടു. ഇവൻ്റെ കയ്യിലൊന്നുമില്ല. പയ്യന് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞു. അവസാനം അവൻ തൻ്റെ പ്രിയപ്പെട്ട പൂച്ചയെ ഈ ക്യാപ്റ്റനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ പോയി പൂച്ചയും തൻ്റെ ലോഡ് ഓഫ് ഷിപ്പുമായിട്ട് അങ്ങ് പോയി ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്കയിൽ ചെന്ന് ഒരു രാജ്യത്താണ് ഇത് വിൽക്കേണ്ടത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് രാവിലെ ആഫ്രിക്കൻ രാജാവ് രാജ്ഞിയെല്ലാം ഉണ്ട്. അദ്ദേഹം ചെന്നു ഇതിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു. തൻ്റെ കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ ഡിന്നറിന് തുടങ്ങിയപ്പോഴത്തേക്ക് എവിടെ നിന്നാണോ 100 കണക്കിന് എലികൾ വന്ന് ഇതെല്ലാം ഫുഡെല്ലാം അവിടെ എവിടെയൊക്കെ അലങ്കോലമൊക്കെ. രാജാവിനും താണിക്കും അതീ സങ്കടം ഉണ്ടായി. അപ്പോൾ ഈ ക്യാപ്റ്റൻ ചോദിച്ചു, എന്താ ഇങ്ങനെ എലികൾ? അപ്പോൾ പറഞ്ഞു, രക്ഷയില്ല, ഞങ്ങൾ വിളമ്പിയ ഉടനെ ഇവർ വരും, ഇതിന് ആൻറ്റിഡോട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം രാജാവ് പറഞ്ഞു, ഒന്നും ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പരിഹാരം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം സെർവൻറ്റിനെ വിട്ടിട്ട് പറഞ്ഞു, പൂച്ചയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സെർവൻറ്റ് പോയി വിറ്റിങ്ടൻ്റെ പൂച്ച കൊണ്ടുവന്ന് ഇവിടെ മേശപ്പുറത്ത് വെച്ചപ്പോഴത്തേക്ക് എലികളെല്ലാം ജീവനും കൊണ്ട് ഓടി. 1-2 ദിവസത്തിനകം ഈ എലികൾ പാടെ രാജാവിന് ഭയങ്കര സന്തോഷമായി. രാജാവ് ഈ പൂച്ച എനിക്ക് വേണമെന്ന് പറഞ്ഞു. രാജ്ഞി പറഞ്ഞു, എനിക്ക് വേണമെന്ന് പറഞ്ഞു, എന്ത് വില വേണമെന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ രാജാവ് ഈ പൂച്ചയ്ക്ക് വേണ്ടി ഏതാണ്ട് 1 ചാക്ക് സ്വർണം, അത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്നത്, 1 ചാക്ക്, ഈ സോ റിച്ച് ചാക്ക് സ്വർണം ഈ ക്യാപ്റ്റനെ ഏൽപ്പിക്കും. ക്യാപ്റ്റൻ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഈ സ്വർണം മുഴുവൻ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വിറ്റിങ്ടണ് തന്നെ അവൻ്റെ പേരിൽ തന്നെ ഏൽപ്പിച്ചു. വിറ്റിങ്ടൺ ഭയങ്കര റിച്ചായി. അവന് പിന്നെ വലിയ സ്ഥാനങ്ങളിലൊക്കെ അവന് നാച്ചുറലാണ്, കാശ് വരുമ്പോൾ പല പൊസിഷനിലെത്തും. അങ്ങനെ അവൻ വളർന്ന് അവസാനം അവന് അവിടുത്തെ ലണ്ടൻ്റെ ലോർഡ് മേയറായി. ഈ ബെല്ല് അടിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹി ബിക്കെയിം ദി ലോർഡ് മേയർ ഓഫ് ലണ്ടൻ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എൻ്റെ ഫാദർ ഞാൻ ആദ്യം കേൾക്കുന്ന, എൻ്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ കഥ ഇതാണ്. അപ്പച്ചൻ പറഞ്ഞ കഥയാണ്. പക്ഷേ ഞാൻ കഥയും വളർന്നു. ഇതിന് പല മാനങ്ങളും എനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ഞാൻ ഈ അപ്പച്ചൻ പറഞ്ഞ ഈ കഥയെ ഓർക്കും. യു ഹാവ് ടു വെയിറ്റ് ആൻഡ് ഷുഡ് നോട്ട് ഈൽഡ്. ഒരിക്കലും പിന്തിരിഞ്ഞോടരുത്. നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. പക്ഷേ യു ഹാവ് ടു വെയിറ്റ്, യു ഹാവ് ടു ഹാവ് പേഷ്യൻസ്.
എൻ്റെ എല്ലാം ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുതെന്ന് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും എത്രയോ വർഷം മുമ്പ് അപ്പച്ചൻ പറഞ്ഞു. ഇതാണ് എൻ്റെ ആദ്യം. പിന്നെ ഒരുപാട് കഥകളൊക്കെ ഞാൻ വായിച്ചു, നല്ല കഥകളും ഇൻസ്പയറിങ് കഥകളും ഒക്കെ വായിച്ചെങ്കിലും ഈ കഥ ഇന്നും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അപ്പച്ചൻ്റെ കഥ. അപ്പം എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അത് പ്രായമായവരൊക്കെ മക്കളൊക്കെ നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. കാരണം അത് അവരുടെ മനസ്സിൽ ഏതാ കഥയാണ് അവിടെ ചെന്ന് വീഴുന്നത് നമുക്കറിയില്ല. പക്ഷേ ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു കാലത്ത് ആ കഥ അവർ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് അവർക്ക് ഗ്രോത്തൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്.